UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കേട്ട പാതി കേൾക്കാത്ത പാതി മഹിളാ മോർച്ചക്കാർ ടിക്കറ്റ് ഇല്ലാത്ത ബസ്സിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് അവരുടെ സമര പരിപാടികൾ അവർ ആരംഭിക്കുന്നു. കണ്ടുനോ. നിങ്ങൾ ഈ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങുക. നമ്മൾ മുഖ്യമന്ത്രിയെ നമുക്ക് തന്ന വാഗ്ദാനമല്ലേ, നമ്മൾ എന്തിനു ടിക്കറ്റ് എടുക്കണം അവർ പാലിക്കണ്ടേ? ഇത് നമ്മളായിട്ട് വീട്ടിലിരുന്ന് ഞങ്ങൾ പിന്നെ വേണമെന്ന് നമ്മൾ ചോദിച്ചില്ലല്ലോ. അവര് നമുക്ക് തന്ന വാഗ്ദാനം, അപ്പൊ അത് പാലിക്കണം. അവരുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ കടമ. എടുത്ത് വെച്ചവരെന്താ ചെയ്യും? രാവിലെ തൊട്ട് ടിക്കറ്റ് എടുത്ത ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ ഇത്രയും പേര് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് അവർ വണ്ടമാരാണ് പോകുന്നത്. ഓർഡർ എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ വരുമോ മേഡം? അതെനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ കോമന കൊണ്ട് ജീവനക്കാരാ. ഞങ്ങൾ 2 ദിവസം ക്ഷണിക്കേ. അല്ലെങ്കിൽ പിന്നെ അതാ നിങ്ങൾ അതിന്റെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. ഈ സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഒരു ഓർഡർ വേണം. ഇതിപ്പോ ടിക്കറ്റ് എടുത്തിട്ട് സൗജന്യയാത്രയ്ക്ക് അതാണ് ഞങ്ങളുടെ അനുഭവം. പറയുന്നില്ലല്ലോ. എന്താ നിങ്ങൾ അതിന്റെ കടലില്ലേ? ഇതിനകത്തൊരു ഓർഡർ ഉണ്ട്. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാത്ത മിഷനാ. ഈ മിഷന്റെ അകത്ത് ഒന്നേ സൗജന്യ യാത്ര എന്ന് പറഞ്ഞവർക്ക് വരണം. എങ്ങനുണ്ട്? ഇനി മഹിളാ മോർച്ച നേതാവിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം, ടൂർ പോകാം, ക്ഷേത്രങ്ങളിൽ പോകാം, സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവിടാൻ പോകാം എന്നുള്ളതാണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഞങ്ങൾ കോവളത്തിലേക്ക് ഒരു യാത്രയാണ്. കേട്ടല്ലോ. ഇനി മാധ്യമങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാവും. കേട്ടുനോ. പ്രിയപ്പെട്ട മഹിളാ മോർച്ച പ്രവർത്തകരായ എന്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇന്ന് സമരം നടത്തുന്ന സമയത്ത് കേരളത്തിൽ ഭരണഘടനാപരമായി ഇരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കാവൽ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ആർക്കെതിരെയാണോ സമരം ചെയ്യാൻ ഉദ്ദേശിച്ചത് അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രിയായി തന്നെ തുടരുകയാണ്. കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായും UDFന്റെ ലീഡറായിട്ടും മാത്രമാണ് നിലവിൽ VD സതീശനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് എന്തുദ്ദേശത്തിലാണോ മഹിളാ മോർച്ച പ്രവർത്തകർ സമരത്തിന് നിർദ്ദേശം കൊടുത്തൊരു ബുദ്ധികേന്ദ്രം എനിക്ക് മനസ്സിലാവുന്നില്ല.